ഓക്കെ. നമ്മൾ കഴിഞ്ഞ ലാബിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷറിൻ്റെ ഫസ്റ്റ് ലാബായിരുന്നു ചെയ്തിരുന്നത് അല്ലേ. നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ലാബാണ്. അതായത് ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷർ ഓൺ ഡീബഗ് പേജ്. അതായത് നമ്മൾ ഡീബഗ് ചെയ്തിട്ട് ആ പേജിലുണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനകത്തുനിന്ന് ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, നമ്മളോട് പറഞ്ഞു ഡീബഗിങ് പേജ് ഡിസ്ക്ലോഷർ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഒക്കെ പറയുന്നുണ്ട്. സെൻസിറ്റീവ് ഇൻഫർമേഷൻ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ചെന്നിട്ട് അതിനകത്ത് സീക്രട്ട് കീ കിടപ്പുണ്ട്. ആ സീക്രട്ട് കീ എടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ലാബ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ലാബ് ആക്സസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ലാബ് വന്നിട്ടുണ്ട്. ഓൾറെഡി ഞാൻ നേരത്തെ ചെയ്തായിരുന്നു, അതാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, അതിൽ നമുക്കിപ്പം ഓൾറെഡി ലാബ് ഐ ഡി ഫസ്റ്റ് നോക്കുക. അതായത് 0 ഈ ഒരു ലാബ് ഐ ഡി നോക്കുക. 0AD00 എന്ന് പറഞ്ഞതുണ്ട്. ഓൾറെഡി നമ്മൾ എന്താ ചെയ്ത് വെബ്സൂട്ട് ഞാൻ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. പ്രോക്സി ഓണാക്കിയിട്ടുണ്ടായിരുന്നു. വെബ്സൂട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് ടാർഗറ്റിനകത്ത് സൈറ്റ് മാപ്പ് നോക്കിക്കഴിയുമ്പം ഇതിനകത്ത് എൻ്റെ ലാബ് ഇതായിരുന്നു. അതായത് 0AD00 എന്ന് പറഞ്ഞാണ് എൻ്റെ ലാബ് ഐ ഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് മുകളിൽ കിടക്കുന്നുണ്ടോ 000 എന്ന് പറഞ്ഞ് കിടക്കുന്നത് 0AD00 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലാബിൻ്റെ ലിങ്കാണ് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എൻഗേജ്മെൻറ്റ് ടൂൾ എടുത്തു. എൻഗേജ്മെൻറ്റ് ടൂൾ എടുത്തിട്ട് ഫൈൻഡ് കമാൻഡ് എന്നൊരു ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, അതിനകത്ത് ഞാൻ ജസ്റ്റ് ഡീബഗ് എന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഡീബഗ് നോക്കാം വല്ലതും വന്നിട്ടുണ്ടോ എന്ന്. ഡീബഗിൻ്റെ കാണിക്കുന്നില്ല. ഓക്കെ, ഇത് മുകളിലൊരെണ്ണം കിടപ്പുണ്ട്. ഓക്കെ, ഡീബഗ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. ഡീബഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡീബഗ് നടക്കുന്നുണ്ടോ? ഞാൻ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ താഴെ ഒരു ലിങ്കിലോട്ട് പോകുന്നുണ്ട്. /CGI bin എന്ന് പറഞ്ഞ ഒരു എന്നിട്ട് php.info.php അതായത് ഇൻഫർമേഷൻ, അതായത് PHP വെബ്സൈറ്റ് ആണ്. അപ്പോൾ PHPയുടെ ഇൻഫർമേഷനാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്, ഇൻഫർമേഷനാണ് എടുക്കാൻ പോകുന്നത്. അത് CGI bin എന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്താണ് വരുന്നത്. ഓക്കെ, അതാണ് ഓൾറെഡി നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ബാക്ക് ടു ഇന്ന് ക്ലോസ് ചെയ്തേക്കാം. എന്നിട്ട് ഇത് ഈ ലാബിൽ ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ CGI എന്നൊരു ഫോൾഡർ ഉണ്ട് കേട്ടോ. CGI എന്നൊരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ php.info.php എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒരു പേജ് ഉണ്ട്. അത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ടു റിപ്പീറ്റിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ റിപ്പീറ്റിൽ വരും കണ്ടോ. ആ ഒരു ഉണ്ടോ CGI bin php.php എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് ആണ് കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് സെൻഡ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിക്കഴിയുമ്പം കാണാം PHPയുടെ ഇൻഫോർമേഷൻ അതായത് 7.4.3 ആണ്. ഓക്കെ എന്ന് പറയുന്നുണ്ട്. നമുക്ക് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടി, വെർഷൻ എന്താണെന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളോട് പറഞ്ഞു ഇതിനകത്തൊരു എന്താണ് ഒരു സീക്രട്ട് കീ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് തപ്പി പിടിച്ച് നോക്കാം. ജസ്റ്റ് നമുക്ക് സീക്രട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ സീക്രട്ട്. ഓക്കെ, ഒരു സീക്രട്ട് കീ വന്നിട്ടുണ്ട് അല്ലേ. സീക്രട്ട് കീ താഴെ കിടക്കുന്ന ഈ ഒരു വാല്യൂ ആണ് സീക്രട്ട് കീ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നേരെ നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ട് സബ്മിറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ വരും. ഓൾറെഡി ഞാൻ ഈ ലാബ് ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ കാണിക്കാത്തത്. സബ്മിറ്റ് സൊല്യൂഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിനകത്തോട്ട് ഈ ആൻസർ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ലാബ് സോൾവ് ആയി കിട്ടും. ഓക്കെ, ഒരു സിമ്പിൾ ലാബാണ്. CGI bin എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് മെയിനായിട്ട് നമ്മളതൊക്കെ എപ്പോഴും കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടത്. ഏത് വെബ്സൈറ്റിൽ കയറിയാലും ഇതുപോലത്തെ ഇത് CGI bin ഉണ്ടോ ഇല്ലെന്നൊക്കെ ചെക്ക് ചെയ്ത്. ഇപ്പോൾ robo.txt അതുപോലെ CGI bin ഇതുപോലത്തെ ഫോൾഡേഴ്സൊക്കെ ഉണ്ടോ നമ്മൾ ഇനീഷ്യലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽസ് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അവിടെ നിന്ന് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ.